നമസ്കാരം. നിലമ്പൂർ MLA PV അൻവറിന്റെ UDF പ്രവേശനം അനിശ്ചിതത്വത്തിലേക്ക് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് PV അൻവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് KPCC ഭാരവാഹി യോഗത്തിന് എത്തുന്ന അധ്യക്ഷൻ K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയാണ് PV അൻവർ തിരുവനന്തപുരത്ത് എത്തിയത്. പിന്നീട് VD സതീശനുമായും മറ്റു നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നതിനാണ് അൻവർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ DFO ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റ് എല്ലാം തന്നെ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് നേട്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് PV അൻവർ. അതിന്റെ ഭാഗമായി ഇപ്പോൾ ജനകീയമായി ഒരു പിന്തുണ തനിക്ക് ഉണ്ടെന്ന വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒറ്റയ്ക്ക് നിൽക്കാനാകില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ UDFുമായി ചേർന്നതുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെയും പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ LDFനെതിരെ എല്ലാം തന്നെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PV അൻവർ UDFിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി കോൺഗ്രസിന്റെ നേതാക്കളുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. നേരത്തെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായെല്ലാം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലീഗിനും PV അൻവറിനെ UDFിലേക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അതേസമയം UDFിനുള്ളിൽ തന്നെ പല ഭിന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് PV അൻവറിനെതിരെ വളരെ ശക്തമായ വികാരമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തിരക്കിട്ട് PV അൻവറിനെ UDFിലേക്ക് എടുക്കുന്നതിനുള്ള തീരുമാനം എടുക്കരുത് എന്നാണ് പലരും വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം PV അൻവറിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഓഫീസ് തല്ലിപ്പൊളിക്കലല്ല UDF പ്രവേശനത്തിന് ഉള്ള മാനദണ്ഡം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നിരവധി മലപ്പുറം ജില്ലയിലെ നേതാക്കൾ PV അൻവറിനെതിരെ ഫേസ്ബുക്കിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. നിലവിൽ പല കാര്യങ്ങളിലും PV അൻവർ ഇനി വ്യക്തത വരുത്തണമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ നിലപാട്. രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, അതേപോലെ തന്നെ VD സതീശനെതിരെ നടത്തിയ അഴിമതി ആരോപണം, ഇവയെല്ലാം തന്നെ പിൻവലിക്കണമെന്നും അതേപോലെ തന്നെ തിരുത്തണമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അതിനുശേഷം ഇദ്ദേഹത്തെ UDFിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാമെന്നാണ് അവർ പറയുന്നത്. ഇതേ വിഷയത്തിൽ തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. തന്റെ സഹപ്രവർത്തകനാണ്, താൻ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് PV അൻവർ എന്നും അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കുന്നതിന് വ്യക്തിപരമായി തനിക്ക് എതിർപ്പില്ലെന്നുമാണ് K സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയത്. അതേസമയം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ യോജിപ്പുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനം ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നുമാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്.